ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിലുണ്ടാകുന്ന ഡീവിയേഷനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് റേ N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മറ്റൊരു മീഡിയത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം. N1 ഗ്രേറ്റർ ദാൻ N2. അപ്പോൾ ഇത് ഡെൻസർ മീഡിയം, ഇത് റെയർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റേ റെയർ മീഡിയത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലൈറ്റ് ശരിക്കും മൂവ് ചെയ്യേണ്ടത് ഒരു ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകണമായിരുന്നു. പക്ഷേ ലൈറ്റ് റേ എവേ ഫ്രം ദി നോർമൽ ആയിട്ട് ഡീവിയേറ്റ് ചെയ്യും. ഈ കാണുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതേപോലെ ലൈറ്റ് റേ ഇനി എങ്ങാനും മൂവ് ചെയ്യുന്നത് റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് എങ്കിൽ ആ ലൈറ്റ് റേ ഇനി റിഫ്രാക്ട് ചെയ്യുന്നത് ടുവേഴ്സ് ദി നോർമലിന്റെ അടുത്തൂടെ ആയിരിക്കും ആ ലൈറ്റ് റേ ബെൻഡ് ചെയ്യുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ലോസുകളാണ്. ഒന്ന്, ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും ഷുഡ് ബി ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. രണ്ടാമത്തത്, സൈൻ റേഷ്യോ ഓഫ് ഇൻസിഡന്റ് ആംഗിളും സൈൻ റേഷ്യോ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിളും ഈ ഷുഡ് ബി എ കോൺസ്റ്റന്റ് ആയിരിക്കണം. That is sin I by sin R is equal to N2 by N1, which is equal to V1 by V2, is called Snell's law.